അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽബിർ APS 1-ലെ സിഹ്റുൽ ബയാൻ മാർച്ച് 2024 ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. സിഹ്റുൽ ബയാൻ എന്ന് പറഞ്ഞാൽ നഹ്വാണ്. അറബി ഭാഷയുടെ വ്യാകരണം, ഗ്രാമർ, പദങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള പദങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സെൻറ്റൻസുകളുണ്ട്, ഏതൊക്കെ പദങ്ങൾ എവിടെയൊക്കെ വെക്കണം, എങ്ങനെ ചേർക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അറബിയുടെ ശാസ്ത്രം, ഗ്രാമർ പഠിക്കുന്ന വിഷയമാണ് APS 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സിഹ്റുൽ ബയാൻ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ സിമ്പിളാണ്. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് കിതാബും തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജയിക്കാനും ജീവിതത്തിലൊക്കെ ഉപയോഗിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സിഹ്റുൽ ബയാൻ ഓരോ ചോദ്യവും അതിൻ്റെ കൂടെ അത് ഏത് പാഠഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ചർച്ച ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിശദീകരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ചോദ്യം 1, നഖ്റഉൽ ഫിഖറ വനുജീബ്. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല നിലക്ക് വായിക്കുക, മനസ്സിലാക്കുക. താഴെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതി കൊടുക്കാം. സിമ്പിളാണ്. നമുക്ക് ആദ്യം ചോദ്യം പാരഗ്രാഫ് വായിച്ച് നോക്കാം. ഹാദിഹി ബിർക്കത്തുൻ സഗീറത്തുൻ. ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ പോണ്ടാണ്, ചെറിയ കുളം. ഹാദിഹി ബിർക്കത്തുൻ സഗീറത്തുൻ, ഇതൊരു ചെറിയ കുളമാണ്. യസ്ബഹു സമക്കു ഫിൽ മായി. യസ്ബഹു എന്ന് പറഞ്ഞാൽ നീന്തുന്നു. സമക്കു മീൻ നീന്തുന്നു. ഫിൽ മായി വെള്ളത്തിൽ. ഇപ്പോൾ വെള്ളത്തിൽ മത്സ്യം നീന്തുന്നു. തെർക്കബു സുലഹ്ഫാത്തു അല ലഹരി തിംസാഹ്. തെർക്കബു കയറുന്നു. സുലഹ്ഫാത്തു എന്ന് പറഞ്ഞാൽ ആമ കയറുന്നു. അല ലഹിർ തിംസാഹ് മുതലയുടെ പുറത്ത് കയറുന്നു. മുതലയുടെ പുറത്ത് ആമ കയറുന്നു. ഓക്കെ, ഇനി അടുത്തത് യജ്ലിസു ഇരിക്കുന്നു. ലിഫ്ദഉ തവള ഫൗക സഹ്റത്തി പാറയുടെ മുകളിൽ. ഫൗക എന്ന് പറഞ്ഞാൽ മുകളിൽ, സഹ്റ പാറ, പാറയുടെ മുകളിൽ തവള ഇരിക്കുന്നു. തസ്ഹഫുൽ ഹയ്യത്തു. തസ്ഹഫു ഇഴയുന്നു. ഹയ്യത്തു പാമ്പ് ഇഴയുന്നു. തഹത ഷജറത്തി മരത്തിൻ്റെ താഴെ. ഇപ്പോൾ ഷജറത്ത് എന്ന് പറഞ്ഞാൽ മരം, തഹത്ത താഴെ, മരത്തിൻ്റെ താഴെ പാമ്പ് ഇഴയുന്നു. അപ്പോൾ ഇത് ഒരു പാരഗ്രാഫ് ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അപ്പോൾ അത് ശരിക്കും വായിച്ച് മനസ്സിലാക്കാം, അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐന യസ്ബഹു സമക്കു. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, വേർ. അപ്പോൾ എവിടെയാണ് മീൻ നീന്തുന്നത് അറിയാം. യസ്ബഹു സമക്കു ഫിൽ മായി, ഇതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പോൾ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരത്തിൻ്റെ പദങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു സെൻറ്റൻസ് നമ്മൾ കണ്ടെത്തുക, അത് ഉത്തരമാക്കിയിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഈ ഐന ഒഴിവാക്കിയിട്ട് യസ്ബഹു സമക്കു ഫിൽ മായി എന്ന് ഇവിടെ എഴുതാം. യസ്ബഹു സമക്കു ഫിൽ മായി. രണ്ടാമത്തെ ചോദ്യം, ഐന തെർക്കബു സുലഹ്ഫാത്ത്. ആമ കയറുന്നു എവിടെ. അപ്പോൾ എവിടെയാണ് ആമ കയറുന്നത്, അപ്പോൾ അത് ഇവിടെ ഉണ്ട്. തെർക്കബു സുലഹ്ഫാത്തു ആമ കയറുന്നു അല ലഹരി തിംസാഹ്. എവിടെയാണ് കയറുന്നത്, മുതലയുടെ പുറത്ത്. അപ്പോൾ മുതലയുടെ പുറത്താണ് ആമ കയറുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, മൻ എന്ന് പറഞ്ഞാൽ ഹു, ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മൻ തസ്ഹഫു, ആരാണ് എഴയുന്നത്. തഹത ഷജറത്തി മരത്തിൻ്റെ താഴെ. അപ്പോൾ മരത്തിൻ്റെ താഴെ ആരാണ് എഴയുന്നത്. തസ്ഹഫുൽ ഹയ്യത്തു പാമ്പാണ് എഴയുന്നത്. തഹത ഷജറത്തി മരത്തിൻ്റെ താഴെ. അപ്പോൾ ഹയ്യത്താണ് എഴയുന്നത് അല്ലേ. അപ്പോൾ തസ്ഹഫു തഹത ഷജറത്തി, ആരാണ് മരത്തിൻ്റെ താഴെ എഴയുന്നത്, പാമ്പാണ്. അപ്പോൾ തസ്ഹഫുൽ ഹയ്യത്തു തഹത ഷജറത്തി, ഈ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതി കൊടുക്കുക. ഈ ഒരു പാരഗ്രാഫ് വരുന്നത് പാഠത്തിൽ സിഹ്റുൽ ബയാനിൽ പേജ് നമ്പർ 31-ലാണ്. ഇതാണ് അതിൻ്റെ പാഠം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പിന്നെ അർത്ഥം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇതിൽ നിന്നൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചിത്രസഹിതം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുതല കുളത്തിലാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഉള്ളിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഫി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തിംസാഹ് മുതല, ഫി ബിർക്കത്തി കുളത്തിലാണ്. ഇപ്പോൾ കുളത്തിൽ എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫി ഉപയോഗിക്കുന്നത്. ഇനി ആമ മുതലയുടെ പുറത്താണ് അല്ലേ, മുതലയുടെ പുറത്താണ്. അപ്പോൾ മുതലയുടെ മേലാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അല ഉപയോഗിക്കുന്നത്.
അസ്സുലഹ്ഫാത്തു അല ലഹരി തിംസാഹ്. ആമ മുതലയുടെ മുകളിലാണ്. ഇനി ഒരു ഇലയുടെ അടിവശത്ത് ഒരു പുഴുവുണ്ട്. അപ്പോൾ അടിഭാഗം എന്നറിയിക്കാൻ വേണ്ടിയിട്ട് തഹ്ത ഉപയോഗിക്കുന്നു. അദ്ദൂദത്തു തഹ്തൽ വറഖി. പുഴു ഇലയുടെ അടിയിലാകുന്നു. ഇനി അതേപോലെ നേരത്തെ പിന്നെ അല പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ ഫൗക്ക യൂസ് ചെയ്യുന്നത്. അൽ-ലഫ്ദഉ തവള ഫൗക്ക സഖ്റതി പാറയുടെ മുകളിലാകുന്നു. ഇനി അഷ്ഷജറത്തു മരം വറാ സഖ്റതി പാറയുടെ പിന്നിലാകുന്നു. ഇപ്പോൾ ബാക്ക് സൈഡ് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വറാ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഈ ചുവന്ന വേർഡ്സ് പദങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൽ ഖിർദു കുരങ്ങ് അമാമ ഷജറത്തി മരത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ മരത്തിൻ്റെ മുന്നിലാണ്, മരം എന്ന വാക്കിൻ്റെ മുന്നിലാണ് അമാമ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ ഘടന, ആ സെൻറ്റൻസിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് എല്ലാ സെൻറ്റൻസും നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അൽ ഖിർദു അമാമ ഷജറത്തി മരത്തിൻ്റെ മുന്നിലാണ് കുരങ്ങ്. ഇനി അൽ ഹയ്യത്തു പാമ്പ് ഖരീബും മിനൽ ബിർക്ക ആ കുളത്തിൻ്റെ അടുത്താകുന്നു നിയർ എന്നുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഖരീബത്തുൻ മിൻ അല്ലെങ്കിൽ ഖരീബും മിൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹയ്യത്തു പെണ്ണ് ആയതുകൊണ്ടാണ് ഖരീബത്തുൻ എന്ന് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഇവിടെ കിറുതാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ഖരീബുൻ എന്ന് കൊടുക്കും. അപ്പോൾ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അൽ അൻകബൂതു ചിലന്തി ബഈദുൻ അനിൽ ബിർക്ക കുളത്തിൽ നിന്ന് അകലെയാണ്, ദൂരെയാണ്, ഫാർ ഫ്രം എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് ബഈദുൻ അനി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാഠത്തുനിന്ന് മനസ്സിലാക്കാം. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. അത് പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പാരഗ്രാഫും കൂടി നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ. അൽ അൻകബൂത്ത് ചിലന്തി. ഹായ് തിംസി. അപ്പോൾ മുതലേനോട് പറയാണ്, മുതലേൻ്റെ പേര് തിംസാഹ് എന്നാണല്ലോ. അപ്പോൾ ചെല്ല പേരിട്ട് വിളിക്കുകയാണ്, ഹായ് തിംസി. അപ്പോൾ തിംസാഹ് പറയാണ്, ഹായ് കൈഫൽ ഹാൽ സുഖമാണോ. അല്ല അൻകബൂത്ത് പറയാണ്, സെയ്ൻ വമ അഖ്ബാർക്ക് സെയ്ൻ കുഴപ്പമില്ല അൽഹംദുലില്ലാ. വമ അഖ്ബാർക്ക് എന്താ നിൻ്റെ വിശേഷങ്ങൾ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ നിൻ്റെ വാർത്തകൾ, നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ. മാ എന്ന് പറഞ്ഞാൽ വാട്ട് എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ തിംസാഹ് പറയാണ് തൊയ്യബ് നല്ലതാണ് അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. അൽ അൻകബൂത്ത് ചിലന്തി പറയാണ്, ഹൽ തനാവൽത്തൽ ഫത്തൂർ. ഹൽ എന്നുള്ളത് ചോദ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ്. ഹൽ തനാവൽത്തൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഫുഡ് കഴിച്ചോ രാവിലത്തെ. തിംസാഹ് മുതല പറയുന്നില്ല, യാ സദീഖി ഉരീദുൽ ഫത്തൂർ ഇല്ല കഴിക്കണം അങ്ങനെ പറയില്ല, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അൽ അൻകബൂത്ത് ഹൽ തുഹിബുൽ ഫനസ് ചിലന്തി ചോദിക്കുകയാണ്, എനിക്ക് ചക്ക ഇഷ്ടമാണ്, ഫനസ് ഇഷ്ടമാണോ. ഹൽ തുഹിബുൽ ഫനസ്. തിംസാഹ് പറയാൻ നാം സമറും ലദീദ് വളരെ രുചികരമായിട്ടുള്ള പഴമാണത്, അത് ഇഷ്ടമാണ്, യെസ് എന്ന് പറയാം. അൽ അൻകബൂത്ത്. ഇപ്പോൾ അൻകബൂത്ത് പറയുകയാണ്, താൽ മഴി എൻ്റെ കൂടെ വരൂ. താൽ എന്ന് പറഞ്ഞാൽ വരൂ, കം വിത്ത് മീ. മഴി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ. ആ തിംസാഹ്. അപ്പോൾ തിംസാഹ് പറയാണ്, ഇല ഐൻ ടു വെയർ എവിടേക്കാണ് ഞാൻ വരേണ്ടത്. അല്ല അൻകബൂത്ത് പറയാണ്, ഇല ബൈത്തി നമ്മുവിൻ്റെ വീട്ടിൽ വാ. അപ്പോൾ തിംസാഹ് ചോദിക്കുകയാണ്, മൻ ഹുവ അതാരാണ്, അതാരാണ്. അൽ അൻകബൂത്ത് പറയാണ്, ഹുവ സദീഖി അതെൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ തിംസാഹ് ശുക്രൻ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠത്തുനിന്ന് മനസ്സിലാക്കി. ഇത് ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് ഭാഗത്തുനിന്ന് അധികം ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും വരില്ല. ഏറ്റവും കൂടുതലായിട്ട് വരിക അവസാന ഭാഗങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷം ഉള്ള സിലബസ് നിന്നാണ് പിന്നെ അധിക ക്വസ്റ്റ്യനും വരിക. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗം പ്രധാനമായിട്ട് നോക്കുക, അതിനുശേഷം മുമ്പുള്ള ഭാഗങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തത് നുലാഹിലു വനസിലു. ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന് പറ്റിയിട്ടുള്ള പേരുകൾ, അറബി പേരുകൾ ചേർത്ത് കൊടുക്കാനാണ്. ചേരുംപടി ചേർക്കുക. മാച്ച് ദ വേർഡ്സ് വിത്ത് ദ പിക്ചർ. അപ്പോൾ ഇതിനെ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പാഠം പേജ് നമ്പർ 56 വരുന്നുണ്ട്. ഈ ഒരു പിന്നെ വർക്ക് ചെയ്ത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം നോക്കാം നമുക്ക്. യഖഫിസു റൂബിയാൻ എന്ന് പറഞ്ഞാൽ കൊഞ്ചാണ്. യഖഫിസു ചാടുന്നു, തുള്ളുന്നു, ജമ്പ് ചെയ്യുന്നു. റൂബിയാൻ എന്ന ഫ്രിമ്പ്. നമുക്കിവിടെ കൊടുത്തിട്ടുള്ള ഓരോ വാക്കിൻ്റെയും ഇംഗ്ലീഷ് വാക്ക് അവസാനം നോക്കാം. അപ്പോൾ ഇവിടെ ഏതാണ് ജമ്പ് ചെയ്യുന്ന റൂബിയാൻ ഉള്ളത്? ഇതാണ് അല്ലേ, റൂബിയാനാണിത്. ഈ ഒരു പിക്ചർ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള എല്ലാ വർക്കുകളും നോക്കി വെക്കണം. എല്ലാ പാഠത്തുനിന്നും ഇതേപോലുള്ള ചേരുമടികൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ ചോദ്യം തന്നെ വരാൻ സാധ്യതയില്ല.
ഇത് വരാതിരിക്കാം. യസ്ബഹു ഹൂത്തു, നീലത്തിമിംഗലം അല്ലെങ്കിൽ തിമിംഗലം നീന്തുന്നു. ഇതാണ് അതിൻ്റെ ഉത്തരം. 3 യുൻഷിദു ലഫ്ദൗ, പാട്ട്. യുൻഷിദു എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നു. ലഫ്ദൗ ഫ്രോഗ് അല്ലേ, തവള പാട്ട് പാടുന്നു. കാണുന്നുണ്ട് നമ്മൾ തവള പാട്ട് പാടുന്ന ചിത്രം. യറഖുസു ദുൽഫീൻ, ഡോൾഫിൻ ഡാൻസ് ചെയ്യുന്നു. എവിടെ ഡോൾഫിന്? ഇതാണ് ഡോൾഫിൻ. അപ്പോൾ യർഖുസു ദുൽഫീൻ, ഡോൾഫിന് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ യസ്ഹഫുൽ സർത്താൻ, ഞണ്ട് എഴയുന്നു. ഇതാണ് ഞണ്ട്, ഇതാണ് കേട്ടോ ഞണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേർഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റൂബിയാന് ഷ്രിമ്പ്, ഹൂത്ത് തിമിംഗലം വൈൽ, ലഫ്ദൾ തവള ഫ്രോഗ്, ദുൽഫീൻ ഡോൾഫിൻ, സർത്താൻ ഞണ്ട് ക്രേബ്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കിതാബിലുള്ള തിമിംഗലവും ഇതിലുള്ള തിമിംഗലവും ചിത്രം മാറ്റമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതെന്താണ്? തിമിംഗലാണ്, വെയിലാണ്. വെയിലിന് നമ്മൾ പറയുക ഹൂത്ത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. ഇത് കൊഞ്ച്, ഷ്രിമ്പിനെന്താ നമ്മൾ പഠിച്ചത്? റൂബിയാൻ. ഇതാണ് അതിൻ്റെ ഉത്തരം. ഫ്രോഗാണ് അല്ലേ. ഫ്രോഗിനെ നമ്മൾ പഠിച്ചത് ലഫ്ദൾ തവള അല്ലേ. ഇതാണ് ലഫ്ദാണ് ഈ ഫ്രോഗിന് അറബി വാക്ക്. ഞണ്ടിന് നമ്മളെന്താ പഠിച്ചത്? ക്രൈബിന് നമ്മൾ സർത്താൻ അല്ലേ. ഇനി അടുത്തത് ഡോൾഫിനാണ്. ക്യൂട്ടായിട്ടുള്ള ഒരു മീനാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡോൾഫിന്. അപ്പോൾ ഡോൾഫിൻ അതേ പേരാണ്, ഇംഗ്ലീഷിൽ അതേ വാക്ക് തന്നെയാണ് ദുൽഫിൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ കിതാബിലുള്ള ഇത്തരത്തിലുള്ള ചേരുംപടികളും ചിത്രങ്ങളും അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ ചോദ്യപേപ്പർ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്ത രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പാഠം 4ാമത്തെ പാഠമാണ്, പേജ് നമ്പർ 54. ഇതിൻ്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് നമുക്ക് വായിക്കാം. ദുൽഫിൻ യതകല്ലം, ഡോൾഫിൻ സംസാരിക്കുന്നു. ജൂബിൻ സമ്മാക്കുൻ നഷീത്തുൻ, ജൂബിൻ എന്ന ആൾ നല്ലൊരു മീൻകാരനായിരുന്നു. യദ്ഹബു കുല്ല യൗമിൻ ഇല സൂഖി സബാഹൻ യർജിഉ മസാഅൻ, എല്ലാ ദിവസവും യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും. കുല്ല യൗമിൻ എല്ലാ ദിവസവും, ഇല സൂഖി ടൗണിലേക്ക് പോകും. സബാഹൻ രാവിലെ, യർജിഉ മസാഅൻ, യർജിഉ എന്ന് പറഞ്ഞാൽ മടങ്ങും, മസാഅൻ വൈകുന്നേരം. അപ്പോൾ മൊത്തത്തിലൊന്ന് അർത്ഥം വെക്കാം. യദ്ഹബു കുല്ല യൗമിൻ എല്ലാ ദിവസവും പോകും. ഇല സൂഖി സബാഹൻ രാവിലെ തന്നെ പട്ടണത്തിലേക്ക് എല്ലാ ദിവസവും പോകും. യർജിഉ മസാഅൻ വൈകുന്നേരം മടങ്ങി വരും. യബീഉ ഫിസ്സൂഖി ടൗണിൽ അദ്ദേഹം വിൽപ്പന നടത്തും, കച്ചവടം നടത്തും. അസ്മാക്കൻ മീനുകളെ, മത്സ്യക്കച്ചവടം നടത്തും, മീൻ കച്ചവടം നടത്തും. മിസ്ല സർദീൻ, സർദീൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ യബീഉ ഫിസ്സൂഖി അസ്മാക്കൻ മിസ്ല സർദീൻ വഖിർഷിൻ വറൂബിയാൻ വസില്ലവർ, അദ്ദേഹം ടൗണിൽ കച്ചവടം ചെയ്യുന്നു. അസ്മാക്കൻ മീൻ കച്ചവടം ചെയ്യുന്നു. എന്തൊക്കെ മീനാണ്? മിസില സർദീൻ മത്തി, വഖിർഷ് സ്രാവ്, വറൂബിയാൻ ചെമ്മീൻ, കൊഞ്ച്, വസില്ലോ കാറ്റ്ഫിഷ് തുടങ്ങിയ അതുപോലുള്ള മീനുകളൊക്കെ ടൗണിൽ കച്ചവടം ചെയ്യുന്നു. ആര്? ജോബിന് കേട്ടോ. അപ്പോൾ ജോബിൻ്റെ പണി എന്താണ്? ടൗണിൽ മീൻ കച്ചവടം ചെയ്യലാണ്. യഈഷു അദ്ദേഹം ജീവിക്കുന്നു. ജോബിൻ യഈഷു ജോബിൻ ജീവിക്കുന്നു, താമസിക്കുന്നു. മഅസ്റതിഹി തൻ്റെ ഫാമിലിയോട് കൂടിയിട്ട് താമസിക്കുന്നു. ബി ഫറഹിൻ മസ്റൂർ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തൻ്റെ ഫാമിലീൻ്റെ കൂടെ താമസിക്കുന്നു. ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ചില ചിത്രങ്ങളും സെൻറ്റൻസും ഉണ്ട്, അത് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നുലാഹിൽ വനക്കറവ് ലഈബൽ വലതു അമാമൽ ബേരി, ഒരു കുട്ടി ഒരു കിണറിൻ്റെ മുന്നിൽ വെച്ചിട്ട് കളിക്കുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടത്. ലഈബ കളിച്ചു, അൽ വലതു കുട്ടി കളിച്ചു, അമാമൽ ബേരി കിണറിന് മുൻപ്. അമാമ എന്ന് പറഞ്ഞാൽ മുമ്പ്, ബേർ എന്ന് പറഞ്ഞാൽ കിണർ. സാറത്ത് സഫീനത്ത് ഫിൽ ബഹരി, ഒരു കപ്പൽ കടലിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സാറത്ത് സഫീനത്തു ഫിൽ ബഹരി, കപ്പൽ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, പോകുന്നു, പോയി. അടുത്തത് മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു നദി, ഒരു പുഴ, ഇങ്ങനെ ഒരു അരുവി ഇങ്ങനെ എന്താക്കുന്നുണ്ട്, ഒഴുകുന്നുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ജറ ഒഴുകി, അൽ ജദ്വലു
സ്ട്രീം അരുവി ഒഴുകി ബൈനൽ അഷ്ജാർ മരങ്ങൾക്കിടയിലൂടെ അരുവി ഇങ്ങനെ ഒഴുകുന്നു. അടുത്തൊരു പശു വെള്ളം കുടിക്കുകയാണ് ഒരു ചെറിയ കുളത്തുനിന്ന്. ഷരിബത്ത് ഇവിടെ ഒരു പുഴ പോലെയാണ് ഉള്ളതെങ്കിലും സെൻറ്റൻസിൽ പോണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്, കുളം എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷരിബത്തുൽ ബക്കറ, ബക്കറ എന്ന് പറഞ്ഞാൽ പശു, ഷരിബത്ത് എന്ന് പറഞ്ഞാൽ കുടിച്ചു. ഷരിബത്തുൽ ബക്കറ പശു കുടിച്ചു. മിനൽ ബിർക്ക ആ ചെറിയ മിനൽ ബിർക്ക എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളത്തിൽ നിന്ന് പശു കുടിച്ചു. ഇനി ഒരാൾ മീൻ പിടിക്കുകയാണ് അല്ലേ, മീൻ പിടിക്കുകയാണ്. എന്താ ചെറിയ അതിനെന്താ പറയാം, സ്വാദ സയ്യാദ് ഫിന്നഹരി, മീൻ പിടിക്കുന്ന സയ്യാദ് എന്ന് പറഞ്ഞാൽ വേട്ടക്കാരൻ, മീൻ പിടിക്കുന്ന ആൾ, അങ്ങനെയൊക്കെയാണ്. മൃഗങ്ങളെ പിടിക്കുന്ന അല്ലെ മീനിനെ പിടിക്കുന്ന പക്ഷികളെ പിടിക്കുന്ന ആളുകൾക്കാണ് സയ്യാദ് എന്ന് പറയാം. ഇവിടെ മീനിനെ പിടിക്കുന്നതാണ്, അപ്പം മീൻകാരൻ എന്ന് പറയാം. ഇപ്പോൾ മുക്കുവൻ എന്നാണ് മീൻകാർക്ക് നമ്മൾ മലയാളത്തിൽ സാധാരണ രീതിയിൽ പറയാം. ഇപ്പോൾ മുക്കുവൻ പുഴയിൽ മീൻ പിടിക്കുന്നു, സാദാ മീൻ പിടിക്കുകയാണ്. സാറത്ത് സന്ദർശിച്ചു, വിസിറ്റ് ചെയ്തു. അൽ ബിന്തു പെൺകുട്ടി, പെൺകുട്ടിയെ സന്ദർശിച്ചു. അശല്ലാല വെള്ളച്ചാട്ടത്തിനെ സന്ദർശിച്ചു. അപ്പോൾ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയി, കണ്ടു എന്നർത്ഥം. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് നഅബ്ബിർ മഅൽ ലൗനി കമാൽ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നിറങ്ങൾ പറയാം. നിറങ്ങളനുസരിച്ചിട്ട് ഇവിടെ എന്താക്കുക, സെൻറ്റൻസ് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഉദാഹരണം, ഒരു ബട്ടർഫ്ലൈ, ബ്ലൂ കളറിലുള്ള ഒരു നീല കളറുള്ള ചിത്രശലഭം, പൂമ്പാറ്റെന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അറബിയിൽ എഴുതിയിട്ടുണ്ട് ഫറാഷത്തുൻ സറഖാ, നീല നിറത്തിലുള്ള ചിത്രശലഭം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, പച്ച നിറത്തിലുള്ള ഇലയാണ്. ഇവിടെ ചുവന്ന നിറത്തിലുള്ള തക്കാളി ഉണ്ട്. ഇവിടെ മഞ്ഞ നിറത്തിലുള്ള ബനാന ഉണ്ട്. ഇവിടെ ഒരു പച്ചത്തുള്ളനുണ്ട് പച്ച നിറത്തിലുള്ള. ഇവിടെ നീല നിറത്തിലുള്ള ഒരു മീൻ കൊത്തിയുണ്ട്, പൊന്മാനുണ്ട് അല്ലേ. ഇനി പേജ് നമ്പർ 38 ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പേജ് നമ്പർ 38 കണ്ടില്ലേ, ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റത്തെ വാക്ക് വറക്കത്തുൻ ഹലറാഗ്. വറക്കത്തുൻ ഹലറാഗ് എന്ന് പറഞ്ഞാൽ, വറക്കത്ത് എന്ന് പറഞ്ഞാൽ ലീഫ്, ഇല. ഹലറാഗ് പച്ച നിറത്തിൽ ഇല അല്ലേ. അപ്പോൾ അതിങ്ങോട്ട് മൗസുൻ അസ്ഫർ, മൗസ് എന്ന് പറഞ്ഞാൽ ബനാന, അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ, മഞ്ഞ നിറത്തിലുള്ള ബനാന തൊട്ടിപ്പുറത്തുണ്ട്. റഫ് റാഫുൻ അസ്റഖുൻ, പക്ഷിയാണ്. അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള പക്ഷി. ഏത് പക്ഷി? പൊന്മാൻ, മീൻകൊത്തി. ജുന്തുബുൻ അഖ്ലർ, അപ്പോൾ പ്രാണി, പച്ചത്തുള്ളൻ, പച്ച നിറത്തിലുള്ള പച്ചത്തുള്ളൻ അല്ലെങ്കിൽ പ്രാണി. ഓക്കെ, ടൊമാത്തിമു അഹ്മർ, ടൊമാത്തിം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ, തക്കാളി. അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള തക്കാളി. ഫറാഷത്തുൻ സെർക്കാവുൻ, ഫറാഷത്ത് എന്ന് പറഞ്ഞാൽ ചിത്രശലഭം, പൂമ്പാറ്റ. സെർക്കാവ് നീല നിറത്തിലുള്ള പൂമ്പാറ്റ, അത് ഇങ്ങോട്ടാണ് അല്ലേ. സല്ലത്തുൻ ഹംറാവുൻ, ചുവന്ന നിറത്തിലുള്ള കൊട്ട. സഹറത്തുൻ സഫ്രാ, മഞ്ഞ നിറത്തിലുള്ള പൂവ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരേ നിറത്തിന് 2 വാക്കുകൾ വന്നിട്ടുണ്ട്. നോക്കി, പച്ച നിറത്തിന് ഹലറാവും വന്നിട്ടുണ്ട്, പച്ച നിറത്തിന് അഹ്ലറും വന്നിട്ടുണ്ട്. അതേപോലെ അസ്ഫറും വന്നിട്ടുണ്ട്, സഫറാവും വന്നിട്ടുണ്ട് മഞ്ഞ നിറത്തിന്. നീല നിറത്തിന് അസ്റഖും വന്നിട്ടുണ്ട്, സെർക്കാവും വന്നിട്ടുണ്ട്. ചുവന്ന നിറത്തിന് ഹംറാവും വന്നിട്ടുണ്ട്, അഹ്മറും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ നിറത്തിന് 2 പേര് അറബിയിൽ വന്നിട്ടുള്ളത്? അത് മനസ്സിലാക്കേണ്ടത്, ഹലറാ എന്നുള്ളത് ഫീമെയിലാണ്, ഫീമെയിൽ വേർഡാണ്. അപ്പോൾ ഫീമെയിൽ തിങ്ങാണ്. ഇല എന്ന് പറഞ്ഞാൽ, വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ വേർഡാണ്. അപ്പോൾ അതിനോട് യോജിച്ച ഫീമെയിൽ കളറാണ് ഹലറാ. ഹലറായിൻ്റെ മെയിൽ കളറാണ് എന്ത്? അഖ്ലർ. അതേപോലെ തന്നെയാണ് ഓരോന്നും കേട്ടോ. അസ്ഫർ എന്ന് പറഞ്ഞാൽ മെയിൽ കളറാണ്. അതേ നിറം മഞ്ഞ നിറത്തിൻ്റെ സഫ്ര എന്നുള്ളത് ഫീമെയിലാണ്. അസ്റഖ് എന്ന് പറഞ്ഞത് നീല നിറം, അത് മെയിലിൻ്റെ കളറാണ്, മെയിലിനാണ് യൂസ് ചെയ്യുക. സെർക്കാ അത് ഫീമെയിലിന് യൂസ് ചെയ്യും, ബ്ലൂ കളർ. അഖ്ലർ പച്ച നിറം അല്ലേ, നേരത്തെ പറഞ്ഞു.
അഹ്മർ ചുവന്ന നിറം. അഹ്മർ മെയിലിനാണ് യൂസ് ചെയ്യുക, ഹംറ ഫീമെയിലിന് യൂസ് ചെയ്യും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നാലാമത്തെ ചോദ്യമാണ് നുറത്തിബ് വനക്തുബ്. ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ ഓർഡർ തെറ്റിയിട്ടാണുള്ളത്, ക്രമം തെറ്റിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നേരെയാക്കിയിട്ട് ശരിയാക്കിയിട്ട് താഴെയുള്ള ബോക്സ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പാഠം ഏതാണെന്ന് വെച്ചാൽ പേജ് നമ്പർ 55, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പാഠമാണ്. ഈ പാഠത്തു നിന്നാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള നുലാഹിദ് വനഖ്റവ് എന്നുള്ള ഒരുപാട് പാഠഭാഗങ്ങൾ നമ്മുടെ കിതാബിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അവസാന ഭാഗത്തുള്ള നുലാഹിദ് വനഖ്റവ് എന്ന ടൈറ്റിലുള്ള പേജുകളൊക്കെ നല്ലോണം മനസ്സിലാക്കി വെക്കാം, ഓർഡർ ശരിയാക്കാം. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. അൽ ബി വലത് അമാമ ലൈബ. ബീർ എന്ന് പറഞ്ഞാൽ കിണർ, വലത് ആൺകുട്ടി, അമാമ മുന്നിൽ, ലൈബ കളിച്ചു. അപ്പോൾ കിണറിന് മുന്നിൽ ആൺകുട്ടി കളിച്ചു എന്നാണ് വേണ്ടത്. അതെങ്ങനെയാണ് അറബിയിൽ ശരിയാക്കിയിട്ട് എഴുതാം നോക്കാം. ഒന്നാമത്തത് ലൈബ അല്ലേ, ഇവിടെ നോക്കണേ. ലൈബ ഇത് കഴിഞ്ഞിട്ട് അൽ വലതാണ്. അൽ വലത് ലൈബ കളിച്ചു, അൽ വലത് കുട്ടി കളിച്ചു, അമാമൽ ബിഇരി കുട്ടി കിണറിന് മുന്നിൽ കളിച്ചു. രണ്ടാമത്തെ ചോദ്യം മീന അൽ ബക്കറത്തു അൽ ബിർക്കത്ത് ഷെരിബത്ത്. ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശുവാണ്. പശുവിൻ്റെ ആ സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഫെയിലാണ് വന്നിട്ടുള്ളത് അതല്ലേ. ഷെരിബത്തിൽ ബക്കറത്തു മിനൽ ബിർക്ക. അപ്പോൾ ഷെരിബത്ത് ഒന്നാമത്, ഷെരിബ ബക്കറ മീന ബിർക്ക. മൂന്നാമത്തത് കുല്ല യദ്ഹബ് സൂഖ ഇലാ യൗമിൻ. അതെവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? അത് 54-ാമത്തെ പേജിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പാഠങ്ങളും ഇതുപോലുള്ള പേജുകളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഈ ചോദ്യപേപ്പറിൽ വന്ന മോഡൽ എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ പാഠഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ കുല്ല യദ്ഹബ് സൂഖി ഇല യൗമിൻ, അതിൻ്റെ ഉത്തരം എങ്ങനെ വരുന്നു നോക്ക്. ഇവിടെ പറയുന്നുണ്ട് കുല്ല യൗമിൻ അല്ല, യദ്ഹബ് കുല്ല യൗമിൻ ഇല സൂഖി, ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് എന്താണ്, യദ്ഹബ് ആണ് വരുന്നത്. ഇവിടെ യദ്ഹബ് എവിടെ? ഇതാണ് ഒന്നാമത്തത് യദ്ഹബു. യദ്ഹബു കുല്ല യൗമിൻ, കുല്ല യൗമിൻ ഇല സൂഖ്. ഓക്കെ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് 4 അൽ ബുസ്താനി ഫിൽ അസ്ഹാരി തബ്തസിമു. അൽ ബുസ്താനി ഫിൽ അസ്ഹാരി തബ്തസിമു. ഓക്കെ, നോക്കാം. അപ്പോൾ 4ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് പേജ് നമ്പർ 28 എന്നാണ്, ഫസ്റ്റ് ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ സ്വദാഖ സൗഹൃദം എന്നുള്ള പാഠം. നമുക്ക് ഈ പാഠം മൊത്തത്തിലൊന്ന് വായിക്കാം. അതിൻ്റെ ഉത്തരം വരുന്നത് ഫസ്റ്റ് പാരഗ്രാഫാണ് കേട്ടോ. 4ാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഫസ്റ്റ് പാരഗ്രാഫാണ്. തബ്തസിമുൽ അസ്ഹാർ ഫിൽ ബുസ്താൻ. അപ്പോൾ ഫസ്റ്റ് തബ്തസിം എന്ന് കൊടുക്കണം, പിന്നെ അൽ അസ്ഹാർ കൊടുക്കണം, പിന്നെ ഫീ കൊടുക്കണം, ഫിൽ അൽ ബുസ്താൻ. ഓക്കെ, ഇനി ഈ പാഠം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. തബ്തസിമുൽ അസ്ഹാർ ഫിൽ ബുസ്താൻ. പൂന്തോട്ടത്തിൽ പൂക്കൾ പുഞ്ചിരിക്കുന്നു. യഖ്തിഫുൽ ഔലാദു അസ്ഹാർ കുല്ല യൗമിൻ. എല്ലാ ദിവസവും പൂക്കളെ കുട്ടികൾ പറിക്കുന്നു. യൻസഹു ഷെയ്ഖുൽ ഔലാദ്. ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, ഒരു ഉപ്പാപ്പ കുട്ടികളെ ഉപദേശിക്കുന്നു. യഖ്തിഫുൽ വലതു മറത്തൻ സാനിയ. കുട്ടി രണ്ടാമത്തെ തവണയും പിന്നെ എന്താക്കുന്നത്, പൂക്കൾ പറിക്കുന്നു. പിന്നെ യുഹാജിമുൽ അസ്തിഖ അലൽ ഔലാദ്. അങ്ങനെ പൂക്കളുടെ കൂട്ടുകാരെന്താക്കി ഇവനെ പ്രതിരോധിക്കുന്നു, ആക്രമിക്കുന്നു. യഫ്രഹുൽ അസ്തിഖ. അങ്ങനെ കൂട്ടുകാർ സന്തോഷിക്കുന്നു. ഓക്കെ, പൂക്കളുടെ കൂട്ടുകാരാണ് ഈ വണ്ടുകളും തേനീച്ചകളും ഉറുമ്പുകളും പ്രാണികളൊക്കെ. അപ്പോൾ പൂക്കളെ ഇങ്ങനെ പറിക്കുമ്പോൾ ആ കൂട്ടുകാരെന്താക്കി പൂക്കളെ രക്ഷിക്കുകയാണ് അല്ലേ. ഇത് സൗഹൃദത്തിനും പറ്റിയിട്ട് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള കഥയാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ അവരെ സഹായിക്കണം. 7 നുലാഹിലു വനുമൈസു. വേർതിരിച്ചിട്ട് ലിസ്റ്റ് ചെയ്യണം. ഇവിടെ കുറേ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഫെയിലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഖലക്ക, യദ്ഹബു, യജ്ലിസു, കതബ, ഖറഅ, യബ്തസിം. ഇവിടെ മാലി എന്നുള്ള ടൈറ്റിൽ കാണാം. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഫെയിലുകൾ, പ്രവർത്തനങ്ങൾ. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിൽ സംഭവിക്കുന്ന ഫെയിലുകൾ. ഇപ്പോൾ 2 തരത്തിലുള്ള ഫെയിലുകളും ഇതുണ്ട്. ഫെയിലുകൾ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം.
ഇപ്പോൾ ഇതാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നോക്കി, ഇരുന്നു, നോക്കുന്നു, ഇരിക്കുന്നു, തിന്നുന്നു, തിന്നു, ഓടി, ഓടുന്നു, കുടിച്ചു, കുടിക്കുന്നു, ഇങ്ങനെയുള്ള പദങ്ങൾക്കാണ് എന്താ പറയുക ഫെയിലുകൾ എന്ന് പറയും. അപ്പോൾ അത് സംഭവിച്ച് കഴിഞ്ഞ പദങ്ങളുണ്ടാവും. ഇപ്പോൾ ഓടി എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ കാര്യമാണ്, ഓടിക്കഴിഞ്ഞു. എന്നാൽ ഓടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പ്രസൻറ്റിൽ നടക്കുകയാണ്. ഇപ്പോൾ പ്രസൻറ്റ് മുലാരിയും മാലി പാസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫെയിലുകളിൽ നിന്ന് പാസ്റ്റും പ്രസൻറ്റും വേർതിരിച്ചിട്ട് എഴുതണം നമ്മൾ. പേജ് നമ്പർ 57 ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. അത് വിശദമായിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഈ ഒരു പേജിൽ അതിൻ്റെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ചില പോയിന്റുകൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് മാലിയും മുലാരിയും നമ്മുടെ മക്കൾക്ക് മനസ്സിലാകുക? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് മുലാരിയെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരു വാക്ക് തന്നാൽ അത് മുലാരിയാണോ, ഒരു ഫെയിൽ തന്നാൽ അത് മുലാരിയാണോ, അത് മാലിയാണോ എന്നെങ്ങനെ മനസ്സിലാക്കുക? നോക്കുക, മുലാരി ആണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ടാകും. ആ യാന് ഫത്ഹുള്ള യാവാകും, ചിലപ്പോൾ ലമ്മുള്ള യാകും, എന്താകും. മെയിനായിട്ട് നമ്മളിപ്പം മനസ്സിലാക്കുന്നത് ഫത്ഹുള്ള യാ വരും. അവസാനത്തെ ലെറ്ററിന്, അവസാനത്തെ അക്ഷരത്തിന് ലമ്മുണ്ടോ നോക്കാം. നമുക്കൊരു മുലാരി ആയിട്ടുള്ള ഫീൽ എടുത്ത് നോക്കാം. ഇപ്പോൾ ഫഅല എന്നുള്ള വാക്ക്, ഇത് മുലാരി ആണോ മാലിയാണോ? മുലാരി ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ തുടക്കത്തിൽ യാ ഉണ്ടോ നോക്കാം. ഇല്ല, തുടക്കത്തിൽ യാ ഇല്ല. അതിൻ്റെ അവസാനം ലമ്മുണ്ടോ നോക്കാം. ഇല്ല, അവസാനം ലമ്മില്ല. അപ്പോൾ ഫഅല എന്നുള്ളത് മുലാരി അല്ല, മാലിയാണ്. ഇനി ഫഅലാനെ എങ്ങനെയാണ് മുലാരി ആക്കാം നോക്കാം. ഫഅല എന്ന് എഴുതി എങ്ങനെയാണ് മുലാരി ആക്കാം? മുലാരീൻ്റെ അക്ഷരമായിട്ടുള്ള യാ ചേർത്ത് കൊടുക്കാം. അവസാനം മുലാരിൻ്റെ ഹർക്കത്തായിട്ടുള്ള ലമ്മ് ചേർത്ത് കൊടുക്കുക. യഫ്അലു. അപ്പോൾ ഇതെന്താണ്? മുലാരിയാണ്. അപ്പോൾ മുലാരീൻ്റെ തുടക്കത്തിൽ യാവും അവസാനത്തിൽ ലമ്മും എന്താവും വരും. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി വേറൊരു വാക്ക് ഫരിഹ. ഫരിഹ ഫരിഹ എന്നുള്ളത് മാലിയാണ്. അതിൻ്റെ മുലാരി എങ്ങനെ ഉണ്ടാവുക? തുടക്കത്തിൽ യാ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യാവും അവസാനത്തിൻ്റെ അക്ഷരത്തിന് ലമ്മും വന്നാൽ അതെന്താണ്? മുലാരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഓക്കെ, ഇപ്പോൾ മുലാരിയൻ്റെ അടയാളങ്ങൾ നമ്മൾ പഠിച്ചു. മുലാരിയൻ്റെ അടയാളങ്ങൾ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ട് ആദ്യം നമുക്ക് മുലാരിയെ കണ്ടുപിടിച്ച് ഇവിടെ എഴുതാം. ഏതൊക്കെയാണ് മുലാരിൻ്റെ അടയാളങ്ങൾ? ഏതൊക്കെയാണ്? യാവും ലമ്മും. ആദ്യത്തിൽ യാവും അവസാനത്തിൽ ലമ്മും വരലാണ് മുലാരിൻ്റെ അടയാളം. അപ്പോൾ അത് നോക്കാം. ആദ്യത്തിൽ യാ വന്ന അക്ഷരം ഇതാ 1, 2, 3. മൂന്നെണ്ണത്തിൻ്റെ തുടക്കത്തിൽ യാ വന്നിട്ടുണ്ട്, അവസാനം ലമ്മും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം എന്താണ്? മുലാരിയാണ്. ഇതല്ലാത്തതൊക്കെ എന്താക്കുക? മാലിയിൽ എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം 6. നുലാഹിദ് വനഖ്താറു ഷാദ്. വായിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട വാക്കിനെന്താക്കണം? തിരഞ്ഞെടുക്കണം. റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചേക്കണം. ഈ ചോദ്യം വരുന്നത് പേജ് നമ്പർ 49 അപ്പോൾ ഈ വർക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുക. ഇതുപോലുള്ള വർക്കുകളൊക്കെ കിതാബിൽ പലയിടങ്ങളിലുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. 1. ഉമ്മുൻ ഉമ്മ, ബഹർ കടൽ, അഹുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി. അപ്പോൾ ഇതിൽ 1 ഇതിൽ 3 എണ്ണം എന്താണ്? ഫാമിലി മെമ്പറാണ്. 1 എന്താണ്? വേറെയാണ് അല്ലേ? ഉമ്മ നമ്മുടെ ഫാമിലിയാണ്, അഹുൻ നമ്മുടെ ഫാമിലിയാണ്, ഉഖ്തുൻ നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടിട്ടുള്ളത് ബഹ്റുൻ കടലാണ്. രണ്ടാമത്തത് വാലിദ് ഉപ്പ, നെഹ്റുൻ പുഴ, ബഹറുൻ കടൽ, ബിർക്കത്തുൻ കുളം. ഇതിൽ 3 എണ്ണം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വെള്ളമുള്ള സ്ഥലങ്ങളാണ് അല്ലേ? അതേതൊക്കെയാണ്? നെഹ്റുൻ പുഴയാണ്, വെള്ളമുള്ള സ്ഥലമാണ്. ബഹറുൻ കടൽ, ബിർക്കത്തുൻ കുളം. ഇതൊക്കെ എന്താണ്? വെള്ളത്തിൻ്റെ സ്ഥലമാണ്, വാട്ടറിൻ്റെ സ്ഥലമാണ്.
ഉപ്പ എന്താണ്? ഫാമിലി മെമ്പറാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് ഉപ്പയാണ്. മൂന്നാമത്തത് നിറങ്ങളാണ് കേട്ടോ. അസ്റഖ് നീല നിറം, അസ്വദ് കറുപ്പ് നിറം, ഹംറ ചുവപ്പ് നിറം, അബിയൽ വെള്ള നിറം. അപ്പോൾ ഇതെല്ലാം നിറമാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫീമെയിലും മെയിലും നമ്മൾ മനസ്സിലാക്കണമെന്ന്. ഇപ്പോൾ അസ്റഖ് നീല നിറമാണ്, അത് ഫീമെയിൽ വേർഡാണോ മെയിൽ വേർഡാണോ? മെയിലാണ് അല്ലേ, ഇത് മെയിൽ വേർഡാണ്. അസ്വദ് കറുപ്പ് നിറം, ഇത് മെയിൽ വേർഡാണ്. ഹംറ ചുവപ്പ് നിറം, ഇത് ഫീമെയിൽ വേർഡാണ്. അബിയൽ വെളുപ്പ്, ഇത് മെയിലാണ്. അപ്പോൾ ഇതിൽ 3 മെയിൽ വേർഡും 1 ഫീമെയിൽ വേർഡുമാണ്. അപ്പോൾ ഫീമെയിൽ വേർഡാണ് ഇവിടെ ഒറ്റപ്പെട്ടത്. ഇനി അടുത്തത് 7 നക്തുബു കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ എന്താക്കണം? എഴുതണം. ഉദാഹരണം ഇതാണ് കേട്ടോ. ഉദാഹരണം എൽ അബു, രണ്ടാമത്തതിൽ ഹുവ ചേർത്ത് കൊടുത്തിട്ട് എൽ അബിന് മുമ്പിൽ ഹുവ ചേർത്ത് കൊടുത്തു, ഹുവ എൽ അബു. പിന്നെ തെൽ അബിൻ്റെ മുമ്പിൽ താന്നുള്ളത് പെണ്ണായതുകൊണ്ട് അതിന് മുമ്പിൽ ഹിയ പെണ്ണിൻ്റെ ലമീർ ചേർത്ത് കൊടുത്തു, ഹിയ തെൽ അബു. ഇനി അന അൽ അബു, അൽ അബിന് മുമ്പിൽ അന ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ നെഹ്നു നെൽ അബു, നെൽ അബിന് മുമ്പിൽ നെഹ്നു ചേർത്ത് കൊടുത്തു. ഇതിനെ ഒന്നുകൂടി ഇത് പറഞ്ഞുതരാം. എൽ അബു എന്ന് പറഞ്ഞാൽ ഒരു ഫെയിലാണ്, മുലാരിയായ ഫെയിലാണ്. ആദ്യത്തിൽ യാവും അവസാനം ലമ്മും വന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മുലാരിയാണ്, പ്രസൻ്റ് ആണെന്നുള്ളത്. എൽ അബു എന്ന ഫെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എൽ അബു അത് ആൺ ഫെയിലാണോ പെൺ ഫെയിലാണോ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ആൺ ഫെയിലാണ്. എൽ അബു ആൺ ഫീലാണ്, അവൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ഹുവയാണ് കൊടുക്കേണ്ടത്. ഹുവ എന്നുള്ളത് ആണാണ് അല്ലേ, അവൻ എന്നുള്ള അർത്ഥം. ഹിയ എന്നുള്ളത് പെണ്ണാണ്, അവൾ എന്നുള്ള അർത്ഥം. ഓക്കെ, ഷി. തെൽ അബു, തെൽ അബു അപ്പോൾ പെണ്ണായത് കൊണ്ട് തന്നെ അതിൻ്റെ തുടക്കത്തിൽ തായാണ് വന്നിട്ടുള്ളത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ തെൽ അബിന് മുമ്പിൽ എന്താ വരേണ്ടത്? ഹിയാണ് വരേണ്ടത്, അവൾ കളിക്കുന്നു. ഇനി അന ഞാൻ, ഐ അല്ലേ, അന അൽ അബു. അൽ അബു എന്നുള്ളത് ഞാൻ കളിക്കുന്നു എന്നാണ്. അപ്പോൾ അതിന് മുമ്പിൽ ഞാൻ എന്നതിൻ്റെ അറബി വേർഡാണ് വരേണ്ടത്. നെൽ അബു നമ്മൾ കളിക്കുന്നു. അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നായാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മുലാരീൻ്റെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അവൻ എന്നതിന് യാ വരുന്നു, പെണ്ണാണെങ്കിൽ താ വരുന്നു, ഞാനാണെങ്കിൽ ആ വരുന്നു, നമ്മളാണെങ്കിൽ നാ വരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ലമീർ പ്രോനൗൺ നമ്മൾ ഇംഗ്ലീഷിൽ ഹി ഷീ എന്നൊക്കെ പറയൂലേ, ഐ വി, അതാണ് ഇത് ഹുവ ഹിയ അന നെഹ്നു. അപ്പോൾ അതിന് സ്യൂട്ടായത് എഴുതി കൊടുക്കണം. അൽ അബിൻ്റെ കൂടെ അന വന്നു, ഞാൻ എന്നുള്ള അർത്ഥം വന്നു. നെൽ അബു എന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നു, അതിന് മുമ്പിൽ നെഹ്നു നമ്മൾ വന്നു, വി എന്നുള്ള മീനിങ് കേട്ടോ. അതേപോലെ യജ്ലിസിന് മുമ്പിലും ഈ വേർഡുകൾ നമ്മൾ ഈ പദങ്ങൾ നമ്മൾ എന്താക്കണം? ചേർത്ത് കൊടുക്കണം. യജ്ലിസു, അപ്പോൾ ഹുവ യജ്ലിസു. അപ്പോൾ ഹിയാൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ യാ മാറ്റിയിട്ട് ഹിയ തെജ്ലിസ് എന്നാക്കണം. ഹിയ തെജ്ലിസു. ഇനി അന ചേർത്ത് കൊടുത്തിട്ട് എഴുതുമ്പോൾ യാ കളഞ്ഞിട്ട് ആ ചേർത്ത് കൊടുക്കണം, അജിലിസു. അപ്പോൾ യജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നാണ് കേട്ടോ. ഹുവ യജ്ലിസു, അവൻ ഇരിക്കുന്നു, അവൾ ഇരിക്കുന്നു, അന അജ്ലിസു ഞാൻ ഇരിക്കുന്നു. ഇനി നെഹ്നു ആണ് വരേണ്ടത് അടുത്തത്. നെഹ്നു. ഇപ്പോൾ യജ്ലിസ് എന്ന് അങ്ങനെ മാറാം, നാ ചേർത്ത് കൊടുക്കും, യാനെ കളഞ്ഞിട്ട് യാ ചേർത്ത് കൊടുക്കും, നാ ചേർത്ത് കൊടുക്കണം. നെഹ്നു യജ്ലിസു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് കേട്ടോ. അടുത്ത യദുഖുലും അതേപോലെ തന്നെ എഴുതി കൊടുക്കുക. ഹുവ യദുഖുലു. ഇപ്പോൾ ഹി ആണെങ്കിൽ ഹിയ തദ്ഖുലു, അനയാണെങ്കിൽ അന അദ്ഖുലു, നെഹ്നു ആണെങ്കിൽ നെഹ്നു നദ്ഖുലു. അപ്പോൾ അത് പൂരിപ്പിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണിത്. നോക്കാം. ഹുവ യദ്ഖുലു, ഹിയ തദ്ഖുലു, അന അദ്ഖുലു, നെഹ്നു നദ്ഖുലു. ഇനി അടുത്തത് 8ാമത്തത് അല്ലേ, നുലാഹിലു വ നുക്മിലു. വായിച്ച് നോക്കിയിട്ട് പൂരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തദ്കിരി, അൽ ഇസ്കാഫി, ഷുർത്തി, ത്വബീബ് ഇതോരോ പണി ചെയ്യുന്ന തൊഴിലാളികളാണ്. തദ്കിരി, ഇസ്കാഫി, ഷുർത്തി, ത്വബീബ്. തദ്കിരി എന്ന് പറഞ്ഞാൽ നമ്മളെ ബസ്സിലൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന ആളില്ലേ, കണ്ടക്ടർ.
ഇസ്കാഫി എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി നമ്മളെ ചെരുപ്പും ഷൂസും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന തുന്നുന്ന ശരിയാക്കി തരുന്ന ആൾക്കാണ് ഇസ്കാഫി എന്ന് പറയും. ഷുർത്തി എന്ന് പറഞ്ഞാൽ പോലീസ്, തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ. ഓക്കെ, അപ്പോൾ അവരുടെ പണികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ പണിയും ആരാണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിട്ട് എഴുതി കൊടുക്കണം. ഇപ്പോൾ യുസ്ലിഹുൽ ഹിദാ, ചെരുപ്പ് നന്നാക്കുന്നു. ആരാണ് ചെരുപ്പ് നന്നാക്കുന്നത്? ഇസ്കാഫിയാണ് അല്ലേ. അപ്പോൾ ഇസ്കാഫി ഇവിടെ എന്താക്കണം? അൽ ഇസ്കാഫിയു യുസ്ലിഹുൽ ഹിദാ, അൽ ഇസ്കാഫി യുസ്ലിഹുൽ ഹിദാ. രണ്ടാമത്തെ എന്താ? യഫ്ഹസുൽ മരീല, രോഗിയെ പരിശോധിക്കുന്നു. ആരാണ് രോഗിയെ പരിശോധിക്കുക? ഡോക്ടറാണ് അല്ലേ. അപ്പോൾ ഡോക്ടറിൻ്റെ അറബി വാക്ക് അത്വബീബ്. അപ്പോൾ തൊബീബ് എന്ന് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. 3 യുറാക്കിബുൽ മറാക്കിബ്. മറാക്കിബ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ നിരീക്ഷിക്കുന്നു, പരിശോധിക്കുന്നു. ആരാണ് റോഡ് സൈഡിൽ നിന്നിട്ട് നമ്മുടെ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നത്? പോലീസിൻ്റെ പണിയാണ് അല്ലേ. അപ്പോൾ പോലീസിൻ്റെ അറബി പറയുക ഷുർത്തിയ്യ്. അപ്പോൾ ഷുർത്തി എഴുതി കൊടുക്കുക അവിടെ കേട്ടോ. ഷുർത്തിയു യുറാക്കിബുൽ മറാക്കിബ്. ഇനി 4ാമത്തത് യുവസിയുൽ തദാക്കിർ, ടിക്കറ്റ് വിതരണം ചെയ്യുന്നു. ആരാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത്? ഇവിടെ കണ്ടക്ടറാണ് അല്ലേ. തദാക്കർ തദ്കിരി, കണ്ടക്ടർ. ആ തദ്കിരി ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ജോലികളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യോജിച്ചത് എടുത്തിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ വരുന്നത് പേജ് നമ്പർ 69-ലാണ്. പേജ് നമ്പർ 69 നുലാഹിൽ വനക്രവ്, നേരത്തെ പറഞ്ഞല്ലോ നുലാഹിൽ വനക്രവ് എന്ന് പിന്നെ ടൈറ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നതുണ്ട് അതൊന്ന് ഫസ്റ്റ് മുതൽ നമുക്ക് വായിച്ച് നോക്കാം. അൽ മുദരിസു യക്തുബു ദർസ, മുദരിസ് ടീച്ചർ പാഠം എഴുതുന്നു. അപ്പോൾ പാഠം എഴുതുന്ന ആരാണ്? ടീച്ചറാണ്. ആ ത്വബീബു യഫ്ഹസുൽ മരീല, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. സായിൽ ബരീദ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ. യജ്മഉ റസായിൽ, ലെറ്റേഴ്സ് കളക്ട് ചെയ്യുന്നു. പോസ്റ്റ്മാൻ ലെറ്റേഴ്സ് കളക്ട് ചെയ്യുന്നു. അഷുർത്തിയു യുറാക്കിബുൽ മറാക്കിബ്, പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നു, നിരീക്ഷിക്കുന്നു. അൽ ഫാക്കിഹാനിയു യബീഉൽ ഇനബ്, ഫ്രൂട്ട് പഴക്കച്ചവടക്കാരൻ മുന്തിരി വിൽക്കുന്നു അല്ലേ. പഴങ്ങൾ വിൽക്കുന്നു, മുന്തിരി വിൽക്കുന്നു. അത്തദ്കിരിയു യുവസിയുൽ തദാക്കിർ, കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്നു, വിതരണം ചെയ്യുന്നു. ഇനി ചെരുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ. അൽ ഇസ്കാഫിയോ, ചെരുപ്പ് കുത്തി. യുസ്ലിഹുൽ ഹിദാ, ചെരുപ്പ് നന്നാക്കുന്നു. അടുത്ത ഒരു കൃഷിക്കാരനാണ്. അൽ മുസാരിയോ, കൃഷിക്കാരൻ. യബ്ദുറുൽ ഹുബൂബ, വിത്ത് വിതറുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇഖ്തിബാറുൻ ഷഫഹിയാണ്, ഓറൽ എക്സാമാണ്. പറഞ്ഞു കൊടുക്കുക, വായിച്ചു കൊടുക്കുക. ഒന്നാമത്തത് നുലാഹിൽ വനക്രവ്, നോക്കി വായിക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കി വായിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഓരോ പാഠം കഴിഞ്ഞാലും അവിടെ ഒരുപാട് ബോക്സിൽ ഒരുപാട് വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അത് വായിച്ച് പഠിക്കാനുള്ള വാക്കുകളാണ്, നോക്കി വായിക്കാൻ. ഖുർആനിലെ സെൻറ്റൻസുകളാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ പാഠത്തുനിന്നും അവസാന പരീക്ഷയുടെ സിലബസിലുള്ള എല്ലാ പാഠഭാഗത്തിലുള്ള ഇത്തരത്തിലുള്ള പേജുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് നോക്കാം. 1 ദാലിക്കൽ യൗമുൽ ഹഖ്, ഇന്നക അൻതൽ വഹാബ്, സഫൻ സഫാ, മിൻ ശർരി മാ ഖലഖ്. ഓക്കെ, ഇനി നുൻഷിദു മിൻ ലഹരിൽ ഖൽബ്, ഇത് ഹിഫ്ളാക്കിയിട്ടുള്ളത് ഓതി കൊടുക്കാനാണ്. ഓക്കെ, നുൻഷിദ് പാടിക്കൊടുക്കണം. അഹ്ബാബി യാ ഖുറാനി ഖുറത്തൻ ലിൽ ഐനൈൻ, ആ പാട്ട് പാടിക്കൊടുക്കുക. പിന്നെ മിയാഹുല്ലാഹി തുതിരിബുന ബി ഖതറാത്തിൻ തുജാദിബുന, ആ പാട്ടൊന്ന് പാടിക്കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾ വരുന്നത്, ഏത് പാഠഭാഗത്തിലാണ്, അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും അതെങ്ങനെ എഴുതണം, വളരെ സിമ്പിളാണല്ലേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും പരീക്ഷകളിലൊക്കെ നല്ല വിജയം നൽകുവാനും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.